ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ ഊണിൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ. ഒരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത് കുറച്ച് കടുക് ഇട്ട് നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. 2 3 ഒക്കെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി ഇതിനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി കൊണ്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു സവാള കട്ട് ചെയ്തത്, അതേപോലെ തന്നെ തക്കാളി ഒരെണ്ണം കട്ട് ചെയ്തതും കൂടി ചേർത്ത് 2 പച്ചമുളക് ഇതിനകത്ത് കീറി ഇട്ട് കൊടുക്കുക. ഇത് ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മുടെ ആ ഒരു എണ്ണ അതിനകത്തൊക്കെ ഒന്ന് പിടിക്കത്തക്ക രീതിയിലാവുമ്പോഴത്തേക്ക് ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കുക. അത് നമ്മുടെ ഈ കിഴങ്ങിനകത്തും സവാളക്കകത്തും തക്കാളിക്കകത്തും ഒക്കെ അടിപൊളിയായിട്ട് പിടിക്കണം. ആ ഒരു പാകമാകുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ. സംഭവം കിടുവാണ് കേട്ടോ. നീ കാണുന്ന കണക്കൊന്നുമല്ല, അടിപൊളിയായിട്ടാണ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കഴിച്ച് തീർക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാകമായ സാധനത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചെടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ നടച്ച് 2 വിസിൽ കേൾപ്പിക്കുക. 2 വിസിൽ കേൾപ്പിക്കുമ്പോഴത്തേക്ക് ദാണ്ട് ഇതേ കണക്കായ സംഭവം കിട്ടും. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ ആയതിനു ശേഷം നമ്മൾ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കില്ല കേട്ടോ. ഫ്ലെയിം കുറഞ്ഞ് തന്നെ ഇരിക്കണം. അതേ കണക്ക് തന്നെ ഇങ്ങനെ കിഴങ്ങെടുത്ത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഉടച്ച് നോക്കുക. ഒക്കെ ചൂട് പറ്റത്തില്ല എങ്കിൽ ജസ്റ്റ് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ചേർത്ത് ഉടച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നല്ലതുപോലെ തിളപ്പിച്ചിട്ട് 1.5 സ്പൂൺ നമ്മുടെ എരിവില്ലാത്ത മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതിലേക്ക് ഇത്തിരി ഗരം മസാലയും കൂടി ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്ന അടിപൊളിയായിരിക്കും. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതാണ്ട് ഈ ഒരു പാകമായിട്ട് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് ഇത്തിരി പുളിച്ചാറ് ഒഴിച്ചു കൊടുക്കുക. പുളി പിഴിഞ്ഞ് നല്ലതുപോലെ പിഴിഞ്ഞ് കട്ടയ്ക്ക് എടുത്തിട്ട് വേണം, വെള്ളം കൂടിപ്പോവരുത്. ആ ഒരു പാകത്തിന് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. പൊന്നു മക്കളെ, ഉച്ചയ്ക്കലത്തെ ചോറിൻ്റെ കൂട്ടാൻ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കിടന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.